ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരവും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. സ്കൗട്ട് പ്രസ്ഥാന സ്ഥാപകൻ ആരാണ്? സ്കൗട്ട് പ്രസ്ഥാന സ്ഥാപകൻ ആരാണ്? ഉത്തരം നോക്കാം. ബേഡൻ പൗവൽ. സ്കൗട്ട് പ്രസ്ഥാന സ്ഥാപകനാണ് ബേഡൻ പൗവൽ. ഓർത്തു വെച്ചോളൂ, പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ബേഡൻ പൗവലാണ് സ്കൗട്ട് പ്രസ്ഥാന സ്ഥാപകൻ. അടുത്ത ചോദ്യം, ബേഡൻ പൗവലിൻ്റെ മുഴുവൻ പേരെന്താണ്? ബേഡൻ പൗവലിൻ്റെ മുഴുവൻ പേര്. സ്കൗട്ട് പ്രസ്ഥാന സ്ഥാപകനായിട്ടുള്ള ബേഡൻ പൗവലിൻ്റെ മുഴുവൻ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സർ റോബർട്ട് സ്റ്റീഫൻസൺ സ്മിത്ത് ബേഡൻ പൗവൽ. എന്താണ്? സർ റോബർട്ട് സ്റ്റീഫൻസൺ സ്മിത്ത് ബേഡൻ പൗവൽ. അടുത്ത ചോദ്യം, ബേഡൻ പൗവലിൻ്റെ ജനന തീയതി. ബേഡൻ പൗവലിൻ്റെ ജനന തീയതി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്. 1857 ഫെബ്രുവരി 22. 1857 ഫെബ്രുവരി 22-നാണ് ബേഡൻ പൗവൽ, സ്കൗട്ട് പ്രസ്ഥാന സ്ഥാപകനായിട്ടുള്ള ബേഡൻ പൗവൽ ജനിച്ചത്. ഓർത്തു വെച്ചോളൂ, 1857 ഫെബ്രുവരി 22. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. സ്കൗട്ടിംഗ് നിലവിൽ വന്നത് എപ്പോഴാണ്? സ്കൗട്ടിംഗ് നിലവിൽ വന്നത് എപ്പോഴാണ്? ഉത്തരം 1907-ലാണ്. 1907-ലാണ് സ്കൗട്ടിംഗ് നിലവിൽ വന്നത്. ആരാണ് സ്ഥാപകൻ? ബേഡൻ പൗവൽ. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാം. 1907 സ്കൗട്ടിംഗ് നിലവിൽ വന്നു. സ്ഥാപകൻ ബേഡൻ പൗവൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എപ്പോഴാണ്? ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എപ്പോഴാണ്? ഉത്തരം 1909. 1909-ലാണ് ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത്. ഇന്ത്യയിൽ ഗൈഡിംഗ് ആരംഭിച്ചത് എപ്പോഴാണ്? ഇന്ത്യയിൽ ഗൈഡിംഗ് ആരംഭിച്ചത് എപ്പോഴാണ്? ഉത്തരം 1911. ഇന്ത്യയിൽ ഗൈഡിംഗ് ആരംഭിച്ചത് എപ്പോഴാണ്? 1911. അടുത്ത ചോദ്യം ഇതാണ്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രസിഡന്റ് ആരാണ്? കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രസിഡന്റ് ആരാണ്? കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രസിഡന്റാണ് വിദ്യാഭ്യാസ മന്ത്രി. ആരാണ്? കേരള വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ രക്ഷാധികാരി. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ രക്ഷാധികാരി ആരാണ്? ഉത്തരം നോക്കൂ. കേരള ഗവർണറാണ്. ആരാണ്? കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ രക്ഷാധികാരി കേരള ഗവർണറാണ്. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സംസ്ഥാന പരിശീലന കേന്ദ്രം എവിടെയാണ്? കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സംസ്ഥാന പരിശീലന കേന്ദ്രം എവിടെയാണ്? ഉത്തരം നോക്കാം. പാലോട്. തിരുവനന്തപുരത്തെ പാലോടാണ് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സംസ്ഥാനതല പരിശീലന കേന്ദ്രം വരുന്നത്. എവിടെ? പാലോട്, തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ചീഫ് കമ്മീഷണർ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ചീഫ് കമ്മീഷണർ. ഉത്തരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. ആരാണ്? പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ചീഫ് കമ്മീഷണർ. അടുത്ത ചോദ്യം ഇതാണ്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ മുഖ്യ രക്ഷാധികാരി. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ മുഖ്യ രക്ഷാധികാരി ആരാണ്? ഉത്തരം നോക്കാം. ഇന്ത്യൻ പ്രസിഡന്റ്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ മുഖ്യ രക്ഷാധികാരിയാണ് ഇന്ത്യൻ പ്രസിഡന്റ്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ദേശീയ പരിശീലന കേന്ദ്രം. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ദേശീയ പരിശീലന കേന്ദ്രം എവിടെയാണ്? ഉത്തരം പച്ചിമിടി. മധ്യപ്രദേശിലെ പച്ചിമിടി.
ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ദേശീയ പരിശീലന കേന്ദ്രം എവിടെയാണ്? പച്ചുമിടി, മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, അധ്യാപക ദിനം എന്നാണ്? അധ്യാപക ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 5. അധ്യാപക ദിനം എന്നാണ്? സെപ്റ്റംബർ 5-നാണ്. പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5. പരിസ്ഥിതി ദിനം ജൂൺ 5-നാണ്. ശിശുദിനം എന്നാണ്? ശിശുദിനം നവംബർ 14. അപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അധ്യാപക ദിനം സെപ്റ്റംബർ 5-നാണ്, പരിസ്ഥിതി ദിനം ജൂൺ 5, ശിശുദിനം നവംബർ 14. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. പതാക ഗാനം ആലപിക്കുന്നതിൻ്റെ ദൈർഘ്യം എത്രയാണ്? പതാക ഗാനം ആലപിക്കുന്നതിൻ്റെ ദൈർഘ്യം എത്രയാണ്? ഉത്തരം വരുന്നത് 45 സെക്കൻഡ്. പതാക ഗാനം ആലപിക്കുന്നതിൻ്റെ ദൈർഘ്യം 45 സെക്കൻഡാണ്. എത്രയാണ്? 45 സെക്കൻഡ്. മറന്നു പോകരുത്. പതാക ഗാനം ആലപിക്കുന്നതിൻ്റെ ദൈർഘ്യം 45 സെക്കൻഡ്സ്. അടുത്ത ചോദ്യം, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രാർത്ഥനാ ഗാനം രചിച്ചത് ആരാണ്? സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രാർത്ഥനാ ഗാനം രചിച്ചത് ആരാണ്? സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രാർത്ഥനാ ഗാനം രചിച്ചിരിക്കുന്നത് വീർ ദേവ് വീർ. അടുത്ത ചോദ്യം, പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിൻ്റെ ദൈർഘ്യം എത്രയാണ്? പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിൻ്റെ ദൈർഘ്യം എത്രയാണ്? ഉത്തരം നോക്കിക്കോളൂ, 90 സെക്കൻഡ്സ്. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിൻ്റെ ദൈർഘ്യം 90 സെക്കൻഡാണ്. ഓർത്തു വെച്ചോളൂ, പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിൻ്റെ ദൈർഘ്യം 90 സെക്കൻഡാണ്. നമ്മൾ മുന്നേ പറഞ്ഞു പതാക ഗാനം ആലപിക്കുന്നതിൻ്റെ ദൈർഘ്യം 45 സെക്കൻഡും പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിൻ്റെ ദൈർഘ്യം 90 സെക്കൻഡുമാണ്. അടുത്ത ചോദ്യം ഇതാണ്, ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം നോക്കാം, രവീന്ദ്രനാഥ് ടാഗോർ. ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, ദേശീയ ഗാനത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? ദേശീയ ഗാനത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? ഉത്തരം 52 സെക്കൻഡ്. ദേശീയ ഗാനത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 52 സെക്കൻഡാണ് ദേശീയ ഗാനത്തിൻ്റെ ദൈർഘ്യം. അടുത്ത ചോദ്യം, സ്കൗട്ട് പ്രസ്ഥാനത്തിൽ ചേരുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്ര? സ്കൗട്ട് പ്രസ്ഥാനത്തിൽ ചേരുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഉത്തരം 10 വയസ്സ്. സ്കൗട്ട് പ്രസ്ഥാനത്തിൽ ചേരുന്നതിനുള്ള കുറഞ്ഞ പ്രായമാണ് 10 വയസ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്, സ്കൗട്ട് പ്രസ്ഥാന സ്ഥാപകൻ ആരാണ്? സ്കൗട്ട് പ്രസ്ഥാന സ്ഥാപകൻ ആരാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഉത്തരം കിട്ടിയവരെന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ അത് കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേരും ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ആവശ്യം എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.